BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 157 വിദേശ തൊഴിലാളികളെ നാട് കടത്തിയതായി LMR അറിയിച്ചു. കൂടാതെ താമസ വിസയും തൊഴിൽ നിയമങ്ങളും ലംഘിച്ച 41 പേരെ പിടികൂടുകയും ചെയ്തു. വിവിധ ഗവർണറേറ്റുകളിലായി ആഗസ്റ്റ് 11 മുതൽ 17 വരെയുള്ള കാലയളവിൽ 582 പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തുകയുണ്ടായി. ദേശീയത, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ്, പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് വെർഡിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സെൻസിംഗ്, വ്യവസായ വാണിജ്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി കാര്യാലയം, കൃഷി മന്ത്രാലയം, നോർത്തേൺ മുനിസിപ്പാലിറ്റി, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും LMR അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയവും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കും റോഡ് സുരക്ഷാ ക്യാമ്പയിനുകൾ ശക്തമാക്കി. അടുത്ത മാസം കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ചാണ് റോഡ് സുരക്ഷയെ സംബന്ധിച്ച ക്യാമ്പയിനുകൾ നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഷൈഖ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൾ വഹാബ് അൽ ഖലീഫ പറഞ്ഞു. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ, പബ്ലിക് ബസ് ഡ്രൈവർമാർ, ഡെലിവറി റൈഡർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. തിരക്കേറിയ സമയങ്ങളിലും പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസങ്ങളിലും തിരക്ക് കൂടുതൽ ഉണ്ടാകുന്ന സമയങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടാകും. അക്കാദമിക് കലണ്ടർ പ്രകാരം 2 മാസത്തെ അവധി കഴിഞ്ഞ അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും ഫാക്കൽറ്റികളും സെപ്റ്റംബർ 1 സ്കൂളിലെത്തും. UAEയിൽ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പരമ്പരയിൽ പ്രശസ്ത ബഹ്റൈൻ സാമൂഹിക പ്രവർത്തകനും ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകനുമായ സയ്യിദ് ഹനീഫ് പങ്കെടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ അജ്മാൻ സംഘടിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കല്ലിറ്റേക്കുറിച്ചി, ദുബായ് ചാപ്റ്റർ, വേൾഡ് തമിഴ് ഫോറം, ദുബായ് ക്യാമ്പ് എന്നിവയുടെ 2024 പ്രശസ്തമായ ഡോക്ടർ അബ്ദുൽ കലാം ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്ത്യൻ വെൽഫെയർ ഫോറം UAEയുടെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. തിരുച്ചി ജമാൽ മുഹമ്മദ് കോളേജ് അലൂമിനി UAE ചാപ്റ്ററിന്റെ മികച്ച കമ്മ്യൂണിറ്റി സർവീസിനുള്ള അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളുമായാണ് സയ്യിദ് ഹനീഫ് ബഹ്റൈനിലേക്ക് മടങ്ങിയത്. കൂടാതെ തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളുടെ പേരിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി. 2024 ഓഗസ്റ്റ് 25 ആരംഭിക്കുന്ന ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 31 വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ്, വെറ്ററൻസ് ഡബിൾസ്, വനിതാ ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, ജംബിൾ ഡബിൾസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. വിജയികൾക്കും റണ്ണേഴ്സ് അപ്പിനും ട്രോഫികൾ സമ്മാനിക്കുന്നതായിരിക്കും. ഓരോ മത്സരാർത്ഥിക്കും 4 ദിനാർ എന്ന നിരക്കിലാണ് രജിസ്ട്രേഷൻ തുക ഈടാക്കുക. രജിസ്ട്രേഷനുകൾ ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ലഭിക്കേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ് ബാഡ്മിന്റൺ സെക്രട്ടറി അരുണാചലം TA 35007544 എന്ന നമ്പറിലോ ടൂർണമെന്റ് ഡയറക്ടർ ബിനു പാപ്പച്ചനെ 39198193 എന്ന നമ്പറിലോ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടാവുന്നതാണ്. IYCC ബഹ്റൈൻ 2024-25 കാലയളവിലേക്കുള്ള ഏരിയ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള 2ാമത്തെ ഏരിയ കൺവെൻഷൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യങ് ഇന്ത്യ എന്ന പേരിൽ മനാമയിലുള്ള കുക്ക് മീൽ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകിട്ട് 7:30 സംഘടിപ്പിക്കും. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും പരിപാടിയിൽ നടക്കുന്നതാണ്. കൺവെൻഷനിൽ IYCC ദേശീയ ഭാരവാഹികളടക്കമുള്ളവർ പങ്കെടുക്കും. പരിപാടിയിലേക്ക് ഇവരെയും ക്ഷണിക്കുന്നതായും IYCC ബഹ്റൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള മനാമ ഏരിയകളിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് 35053765 എന്ന നമ്പറിലോ 38273792 എന്ന നമ്പറിലോ 33512524 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് IYCC ഏരിയ പ്രസിഡന്റ് റാസിക് വേളം, സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി, ട്രഷറർ ഹാരിസ് മാവൂർ എന്നിവർ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടി. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് 10 കിലോ തൂക്കം കുറച്ചു. ഇതോടെ ഇതുവരെ 30 കിലോ കൊണ്ടുപോകാമായിരുന്ന ലാഗേജ് ഇനി 20 കിലോ കൊണ്ടുപോകാൻ സാധിക്കും. ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് പിന്നാലെയാണ് ബാഗേജിലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആഗസ്റ്റ് 19 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് കുറഞ്ഞ ഭാരത്തിലുള്ള ലഗേജ് കൊണ്ടുപോകേണ്ടി വരിക. ഇതോടെ യാത്രക്കാർക്ക് 20 കിലോ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗേജുമാണ് ഇനി കൊണ്ടുപോകാൻ സാധിക്കുന്നത്.
ഓഗസ്റ്റ് 19 ശേഷമുള്ള ഏത് ദിവസവും 19 മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ 30 കിലോ ലഗേജ് തന്നെ കൊണ്ടുപോകാമെന്നും എയർ ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നു. അതേസമയം നിലവിൽ UAE-യിലാണ് ഈ നിയന്ത്രണം ഉള്ളത്. മറ്റ് GCC രാജ്യങ്ങളിൽ സൗജന്യ ബാഗേജിന്റെ ഭാരനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ 40 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത്. പോളണ്ടിന് പിന്നാലെ ഓഗസ്റ്റ് 23 യുക്രൈനും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. യുക്രൈൻ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി തലസ്ഥാനമായ കീവിലേക്ക് എത്തുക പ്രത്യേകം തയ്യാറാക്കിയ ആഡംബര ട്രെയിനായ റെയിൽ ഫോഴ്സ്മണിലാണ്. 20 മണിക്കൂറോളം യാത്ര നീണ്ടു നിൽക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. സെലൻസ്കിയുമായി പ്രധാനമന്ത്രി 4ാമത്തെ കൂടിക്കാഴ്ചയാണിത്. കൂടിയാലോചനകളുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യന്റെ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. ജൂലൈയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിനിമയില്ലാതെ പറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങുമെന്നും അഭിനയിക്കാൻ അനുവാദം തേടിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമ ചെയ്യാൻ അനുവാദം ചോദിച്ചെങ്കിലും പക്ഷേ കിട്ടിയില്ലെന്നും ഒരുപാട് സിനിമകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യമുണ്ടാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സിനിമ തന്റെ പാഷനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരോക്ഷമായ പ്രതികരണവും സുരേഷ് ഗോപി നടത്തി. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുണ്ട് ഇത്തരം കാര്യങ്ങൾ. എല്ലാ സമ്പ്രദായത്തിനും അതിൻ്റെതായ ശുദ്ധി വേണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് കോട്ടം വരുത്തരുതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിലെ നിപ പ്രതിരോധം വിജയം. ആരോഗ്യവകുപ്പ് നിശ്ചയിച്ച ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ 42 ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 472 പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം അവസാനിപ്പിച്ചു. മരണമടഞ്ഞ കുട്ടിക്ക് മാത്രമാണ് നിപ സ്ഥിരീകരിച്ചത്. എന്നാൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം മറ്റൊരാളിലേക്ക് രോഗം പകരാതെ തടയാനായി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു. മറ്റൊരാളിലേക്ക് നിപ വൈറസ് പകരാതെ രക്ഷിക്കാനായത് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ്. കുട്ടിയുടെ മരണം തീരാനഷ്ടമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കുടുംബത്തിന്റെ ദുഃഖം സമൂഹത്തിന്റെയും നാടിന്റെയും ദുഃഖമാണ്. മലപ്പുറത്ത് നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു. മന്ത്രി നേരിട്ട് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ദിവസവും മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടത്തി തുടർ നടപടി സ്വീകരിച്ചു. മുഖ്യമന്ത്രി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. നിപ നിയന്ത്രണത്തിനായി നിപ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി 25 കമ്മിറ്റികൾ മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചു. കോൺടാക്ട് ട്രേസിംഗ് അന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ കൺട്രോൾ റൂം ആരംഭിച്ചു. നിപ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകളും പരിശോധിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ എല്ലാ വർഷത്തെയും പോലെ വിപുലമായി നടത്തേണ്ടതില്ല എന്നാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനാണ് തീരുമാനമെടുക്കേണ്ടത്. കോർപ്പറേഷൻ പുലിക്കളി നടത്താൻ തീരുമാനിക്കുന്ന പക്ഷം മുൻവർഷം അനുവദിച്ച തുക ഈ വർഷവും വിനിയോഗിക്കാൻ അനുമതി നൽകുമെന്നും മന്ത്രി MP രാജേഷ് അറിയിച്ചു. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെക്കുറിച്ചുള്ള നിർണായക CCTV ദൃശ്യം പുറത്ത്. കാണാതായ പെൺകുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം ട്രെയിനിൽ തിരികെ കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വെള്ളം നിറച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ കയറി പെൺകുട്ടി യാത്ര തുടരുകയായിരുന്നു. പെൺകുട്ടി കന്യാകുമാരിയിലെത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കേരള പോലീസിന് പുറമെ തമിഴ്നാട് പോലീസും റെയിൽവേ പോലീസും RPF-ഉം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കന്യാകുമാരിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് പോലീസ് സംഘം തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ ബുധനാഴ്ച രാവിലെ മുതൽ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മിൻ ബിഗത്തെയാണ് ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ കാണാതായത്. കുട്ടിയെ കാണാനില്ലെന്ന വിവരം മാതാപിതാക്കൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. രാവിലെ സഹോദരിയുമായി വഴക്കിട്ട തസ്ലിമിനെ മാതാപിതാക്കൾ ശകാരിച്ചിരുന്നു. പിന്നീട് അവർ ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി അവിടെ ഇല്ലെന്ന് മനസ്സിലായത്. കുട്ടിക്ക് അസമീസ് ഭാഷ മാത്രമേ അറിയൂ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. കുട്ടിയെ വിവേക് എക്സ്പ്രസിൽ പോയെന്നും സംശയമുണ്ട്. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകി. മലയോര മേഖലകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചിടങ്ങളിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.